നമസ്കാരം. ബി ജെ പിയിലെ 105 110 ആളുകൾ, അതായത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ 50 പേരും ബാക്കി പഞ്ചായത്തുകളിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ പ്രസിഡന്റോ അങ്ങനെ ഉള്ള ഒരു 105 110 പേര് ഡൽഹിയിലേക്ക് പോയി. 2, 3 വിവാദങ്ങൾ വന്നു. ഒന്ന്, കോർപ്പറേഷൻ അടച്ചിട്ടിട്ടാണ് പോയതെന്ന് പറഞ്ഞു. അപ്പോൾ അല്ല, കോർപ്പറേഷൻ്റെ വികസന ആരോഗ്യ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ഇവിടെ ഉണ്ടായിരുന്നു. അവർ എല്ലാ ദിവസവും കോർപ്പറേഷൻ ഓഫീസിൽ ഉണ്ടായിരുന്നു. അവർ അത് കോർഡിനേറ്റ് ചെയ്തു. അപ്പോൾ ആ കാര്യം കഴിഞ്ഞു. രണ്ടാമത് പറഞ്ഞ വലിയൊരു വാദം, പൊളിച്ചടുക്കിയ വാദം, കോർപ്പറേഷൻ്റെ പൈസ എടുത്തുകൊണ്ടാണ് പോയത്. കോർപ്പറേഷൻ്റെ പൈസ എടുത്തുകൊണ്ടല്ല പോയത്, ബി ജെ പിയുടെ കേന്ദ്ര കമ്മിറ്റി വഹിച്ച പൈസയിൽ നിന്നാണ് പോയത്. അതായത് സ്റ്റേറ്റ് കമ്മിറ്റി വഹിച്ചാണ്. ഇവിടുന്ന് ട്രെയിനിൽ പോയതാണ് 110 പേര് പോയി. അവിടെ നിന്ന് തിരിച്ചു വരുന്നത് ഫ്ലൈറ്റിലാണ്. അവിടെ അവർ ചെന്നതിന് ശേഷം അവർക്ക് ബസ്സും സൗകര്യങ്ങളും ഉണ്ട്. അവർ പ്രധാനമന്ത്രിയെ കണ്ടു, പ്രസിഡന്റിനെ കണ്ടു, വൈസ് പ്രസിഡന്റിനെ കണ്ടു, ജെ പി നദ്ദയെ കണ്ടു, ഇപ്പോഴത്തെ നിതിൻ ബബിനെ കണ്ടു, പ്രസിഡന്റിനെ കണ്ടു, കേന്ദ്ര ധനകാര്യ മന്ത്രിയെ കണ്ടു, കേന്ദ്ര നഗരകാര്യ മന്ത്രിയെ കണ്ടു. അങ്ങനെ പലരെയും കണ്ടു, ക്ലാസ്സുകൾ കേട്ടു, മോഡിയുടെ ക്ലാസ് കേട്ടു. അവർ വലിയ ഊർജവുമായിട്ടാണ് തിരിച്ചു വരുന്നത്. 2 കാര്യങ്ങൾ സംഭവിക്കുമെന്ന് ഞാൻ മനസ്സിലാവും. ഒന്ന്, അഴിമതി കുറയാൻ സാധ്യതയുണ്ട്, വളരെ കുറയാൻ സാധ്യത. കാരണം മോഡിയുടെ അടുത്തൊക്കെ പോയി ക്ലാസ്സൊക്കെ എടുത്തുകൊണ്ട് വന്നതിന് ശേഷം ഇവിടെ വലിയ അഴിമതിയൊന്നും കാണിക്കാനുള്ള സാധ്യത കാണുന്നില്ല. രണ്ടാമത്, ഡൽഹിയിൽ വെച്ച് വി രാജേഷ് മേയർ പറഞ്ഞു, ഞങ്ങൾ കേരളത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ, ഞങ്ങളുടെ ബഡ്ജറ്റ് കാണുമ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ, ഞങ്ങൾ മനോഹരമായ ഒരുപാട് പദ്ധതികൾ പ്രഖ്യാപിക്കും. വി രാജേഷ് മേയർ എന്നുള്ള നിലയിൽ തുടങ്ങിയതിന് ശേഷം കുറേ അധികം കാര്യങ്ങൾ ചെയ്ത കാര്യങ്ങളെല്ലാം നന്മയുള്ള കാര്യങ്ങളാണ്. ബി ജെ പിയുടെ യുവമോർച്ച, ഈ ഇടയ്ക്ക് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിൽ വന്ന യുവമോർച്ചയുടെ പ്രധാനപ്പെട്ട നേതാവിൻ്റെ അച്ഛനും മകനും കൂടെയൊക്കെ നടത്തുന്ന സ്പായെ പോലും അത് നിയമവിരുദ്ധമായ കുറേ കാര്യങ്ങൾ അവിടെ ചെയ്യുന്നതുകൊണ്ട് അത് പൂട്ടിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു സന്ദേശം വളരെ ക്ലിയറാണ്. രാജേഷിൻ്റെ സന്ദേശം വളരെ ക്ലിയറാണ്. അതുപോലെ തന്നെ സ്ട്രീറ്റ് ഡോഗ്സിന് വേണ്ടിയിട്ടുള്ള ഇത് കെട്ടാൻ തീരുമാനിച്ചു. അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ അവരുടെ ഷെൽട്ടറുകൾ തയ്യാറാക്കി വരുന്നു. മാലിന്യ സംസ്കരണത്തിനുള്ള പരിപാടികൾ പ്ലാൻ ചെയ്യുന്നു. അതുപോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഓടേണ്ടിയിരുന്ന ബസ് ഗണേഷ് മറ്റ് ജില്ലകളിലേക്ക് നഷ്ടമെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയതിനെല്ലാം സിറ്റിയിലേക്ക് കൊണ്ടുവരാനുള്ള 100 ബസ്സും കൊണ്ടുവരാനുള്ള പരിപാടി പ്ലാൻ ചെയ്തു. 30ഓളം ബസ് വന്നു കഴിഞ്ഞു. ബാക്കി ബസ്സുകൾ തുടർച്ചയായി വരുമെന്ന് കേൾക്കുന്നു. അങ്ങനെ തിരുവനന്തപുരം നഗരത്തിൻ്റെ മേയർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. മിക്ക ദിവസങ്ങളിലും അദ്ദേഹം രാത്രി 9, 10, 11 മണി വരെ ഓഫീസിലുണ്ട്. അല്ലെങ്കിൽ ഫീൽഡിലുണ്ട്, ഓഫീസിൽ തന്നെ ഉണ്ട്, മിക്കവാറും ഉണ്ട്. ആർക്കും പോകാം. 100 കണക്കിന് ആളുകൾ അവിടെ പോകുന്നു, അവരുടെ പരാതികൾ പറയുന്നു, അവലാതികൾ പറയുന്നു, അത് കേൾക്കുന്നു, ചെയ്യാൻ പറ്റുന്നത് ചെയ്യുന്നു. അങ്ങനെ വളരെ ജനകീയമായിട്ടും സുതാര്യമായും നീങ്ങുന്ന ഒരു ലക്ഷണമാണ് കാണുന്നത്. ഇനി വേണ്ടത് വളരെ സമഗ്രമായ പദ്ധതികളും പരിപാടികളുമാണ്. അത് നടപ്പിലാകുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. കാരണം അഹമ്മദാബാദ് നഗരസഭ ഇതുപോലെ പിടിച്ചതിന് ശേഷമാണ് 12 വർഷം കൊണ്ടാണ് ഗുജറാത്ത് അവർക്ക് പിടിക്കാൻ പറ്റിയത് ബി ജെ പി. അപ്പോൾ 12 വർഷം എടുത്തു. ഒരു നഗരസഭ പിടിച്ചതിന് ശേഷം 12 വർഷം എടുത്തു. അതുപോലെ കേരളത്തിൻ്റെ ഒരു ഐക്കണായി തിരുവനന്തപുരം കോർപ്പറേഷനെ കൊണ്ടുപോകാൻ പറ്റിയാൽ അവർക്ക് തീർച്ചയായിട്ടും കേരളത്തിൽ അധികാരം പിടിക്കാൻ പറ്റും എന്നുള്ള ഒരു മെസ്സേജ് മോദി അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ തന്നെ 4 മണ്ഡലങ്ങൾ, തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം കഴക്കൂട്ടം, നേമം, തിരുവനന്തപുരം സെൻട്രൽ, 4 മണ്ഡലങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ വോട്ടുകൾ കൊണ്ടാണ് ജയിക്കേണ്ടത്. അപ്പോൾ 4 മണ്ഡലത്തിലെയും കർശനമായ മത്സരം നടക്കാം. നേമത്ത് രാജീവ് ചന്ദ്രശേഖറും കഴക്കൂട്ടത്ത് വി മുരളീധരനും മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനും, തിരുവനന്തപുരം സെൻട്രലിൽ ആരായാലും കൃഷ്ണകുമാർ ആയാലും ശ്രീലേഖ ആയാലും ആരായാലും, അതുപോലെ തന്നെ വട്ടിയൂർക്കാവിലും, ഈ 4 മണ്ഡലങ്ങളിലും ആരാണ് സ്ഥാനാർത്ഥി ആയാലും വലിയ മത്സരം നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ മത്സരമൊക്കെ ജയിക്കുന്നതും അതിൻ്റെ മുന്നോട്ടുള്ള പോക്കുമൊക്കെ തീരുമാനിക്കുന്നത്, ഗുരുതരമായി കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ വലിയ പങ്ക് നമ്മുടെ കോർപ്പറേഷൻ്റെ ഭരണത്തിനുണ്ട്. അത് പ്രതിഫലിക്കുന്ന ബഡ്ജറ്റായിരിക്കും കൊണ്ടുവരുന്നത്. അതിനാവശ്യമായ പണവും കണ്ടെത്തും, പ്രത്യേക പദ്ധതികൾ കൊണ്ടുവരും എന്നൊക്കെയാണ് രാജേഷ് പറഞ്ഞിരിക്കുന്നത്, മേയർ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഡൽഹി യാത്ര സാധാരണ ആളുകൾ സ്ഥലം കാണാൻ പോയതുപോലുള്ളൊരു നഷ്ടയാത്രയല്ല. മാത്രമല്ല, ഇന്ത്യ അങ്ങോട്ട് പോയ പോക്കിൽ കേരള എക്സ്പ്രസ്സിൽ എല്ലാ സ്റ്റേഷനുകളിലും എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, കോയമ്പത്തൂർ തുടങ്ങി ഝാൻസി സ്റ്റേഷൻ വരെ മുതൽ മധുര തുടങ്ങിയ എല്ലാ സ്റ്റേഷനുകളിലും, ഡൽഹി സ്റ്റേഷനിലുമൊക്കെ വലിയ സ്വീകരണമാണ് അവർക്ക് കൊടുത്തത്. അപ്പോൾ അതൊരു വലിയ സംഭവമാക്കി മാറ്റിയിട്ടുണ്ട്. ആ സംഭവമാക്കി മാറ്റിയതിനനുസരിച്ച് ഉയരാൻ ബി ജെ പിക്കും തിരുവനന്തപുരം കോർപ്പറേഷനും കഴിഞ്ഞാൽ രാജ്യത്തെ എപ്പോഴും രാജേഷ് പറയുന്ന ഒരു വാക്കാണ്, രാജ്യത്തെ 2 3 സിറ്റികളിൽ ഉൾപ്പെടുന്ന ഒരു സിറ്റിയാക്കി തിരുവനന്തപുരത്തെ മാറ്റും.
അപ്പോൾ ഇനി എന്താണ് വരാനിരിക്കുന്നത്, എന്തൊക്കെയാണ് പ്രോജക്റ്റുകൾ എന്നറിയാനാണ് എല്ലാവർക്കും താല്പര്യമുള്ളത്. എന്തായാലും വികസിത കേരളം, വികസിത തിരുവനന്തപുരം എന്നൊക്കെ പറയുന്നതിന് പറച്ചിലിനപ്പുറം എന്തെങ്കിലും അർത്ഥമുണ്ടോ? അതോ ഗണേഷ് കുമാർ ഇലക്ഷന് മുമ്പ്, ഇലക്ഷൻ കഴിഞ്ഞ ഉടൻ തന്നെ ഗണേഷ് കുമാർ മന്ത്രി പറഞ്ഞു ഒരു കോപ്പ് നടക്കാൻ പോണില്ല, ഒരു പുല്ല് നടക്കാൻ പോണില്ല, ഇതൊക്കെ ചുമ്മാണ്, ഉടായിപ്പാണ് എന്ന് തള്ളിയതാണോ ഇവിടെ സംഭവിക്കുക? അതോ വളരെ കൃത്യമായി 100 വാർഡുകളെ വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള മനോഹരമായ കാര്യങ്ങൾ നടക്കുമോ? ഇപ്പോൾ തന്നെ 70 വാർഡുകൾക്കപ്പുറം വാർഡ് സഭകൾ നടന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഞങ്ങളുടെ വാർഡിലെ വാർഡ് സഭയിൽ ഞാനും പങ്കെടുത്തിരുന്നു. വലിയ പങ്കാളിത്തമായിരുന്നു. അവിടെ BJP അല്ല, വൈഷ്ണ സുരേഷാണ്, കോൺഗ്രസിൻ്റെ യുവ തുർക്കിയായിട്ടുള്ള വൈഷ്ണ സുരേഷാണ് വാർഡിൽ നടത്തിയത്. ഒരു പൗരൻ എന്നുള്ള നിലയിൽ, സിറ്റിസൺ എന്നുള്ള നിലയിൽ എൻ്റെ വാർഡിൽ നടന്ന വാർഡ് സഭയിൽ പങ്കെടുക്കണം എന്നുള്ളതുകൊണ്ട് ഞാനും പങ്കെടുത്തിരുന്നു. മനോഹരമായൊരു പരിപാടി. ശബരിയായിരുന്നു ഉദ്ഘാടനം ചെയ്തത്, ശബരിനാഥായിരുന്നു. നല്ല പരിപാടിയായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാ വാർഡുകളിലും വാർഡ് സഭകൾ നടക്കുന്നു. ചിലപ്പോൾ അതാത് കൗൺസിലർമാരുടെ പാർട്ടിക്കാരായിരിക്കും കൂടുതൽ വന്നിരിക്കുന്നത്. അത് എല്ലാ കാലവും അങ്ങനെ തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും പിന്നെ റെസിഡൻസ് അസോസിയേഷന്മാരുടെ മീറ്റിംഗ് വിളിച്ചിരുന്നു. അങ്ങനെ വലിയ ഒരു ഹൈപ്പിലേക്ക് നഗരസഭ പോകുന്നുണ്ട്. ഇത് പോകട്ടെ. ഇത് പോകുമ്പോൾ ഡൽഹിയിൽ പോയിട്ട് കൊണ്ടുവരുന്ന ഊർജവും ആവേശവും ആദർശവും ആശയവും പുതിയതായി കിട്ടുന്ന പണവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പണം കിട്ടാനുള്ള വഴികളും നോക്കിക്കൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനെ മെച്ചപ്പെട്ട ഒരു കോർപ്പറേഷനാക്കുക. ദിവസങ്ങൾ കുറവാണ്. ഇതിനിടയ്ക്ക് ഇപ്പോൾ 2 മാസത്തോളം ഇനി ഒന്നും നടക്കത്തില്ല. ഇലക്ഷനാണ്. അത് കഴിഞ്ഞാൽ പക്ഷേ ഒരു 3-4 വർഷം കയ്യിൽ സ്ട്രോങ് ആയി കിട്ടും. അപ്പോൾ കൃത്യമായി കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു അവസരം ഉണ്ട്. ആ അവസരം നന്നായി VV രാജേഷ് സംഘവും BJPയും പ്രയോജനപ്പെടുത്തും എന്ന് തന്നെ നമുക്ക് കരുതാം. എന്തായാലും കൃത്യമായി ഡൽഹിയിൽ പോയപ്പോൾ അവിടെ ഇവർ ഉദ്ദേശിക്കുന്ന ഒരു ഇന്ത്യയിലെ ഒരു ഒരുപക്ഷെ ഡൽഹി കോർപ്പറേഷന് പോലും, അല്ലെങ്കിൽ മുംബൈ കോർപ്പറേഷനിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് മുംബൈ കോർപ്പറേഷൻ ജയിച്ചത്. പക്ഷേ അതിന് പോലും, അവരെ പോലും ഡൽഹിയിലേക്ക് വിളിച്ചിട്ടില്ല. അതിനു പകരം കേരളത്തിലുള്ളവരെയാണ് വിളിച്ചത്. 50 പേരെയും വിളിച്ചു, അവർക്ക് ഭക്ഷണം കൊടുത്തു, അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു, അവരെ ക്ലാസ് എടുക്കുന്നു, ഉപദേശിക്കുന്നു, അവർക്ക് ഗൈഡ് ലൈൻ കൊടുക്കുന്നു. അപ്പോൾ വളരെ വലിയ പ്രതീക്ഷയാണ് BJP ഇതിനകത്ത് വച്ചിരിക്കുന്നത്. അത് BJP വച്ചത് BJPയുടെ കാര്യം, അവർക്ക് വോട്ട് പിടിക്കണം. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്ത് എന്തൊക്കെയാണ് അധികമായി നടക്കുന്നത്, 45 വർഷക്കാലമായി നടക്കാതിരുന്ന പുതിയ പുതിയ പ്രോജക്റ്റുകൾ, അത് സീനിയർ സിറ്റിസൺസിന് വേണ്ടിയിട്ടുള്ള പ്രൊജക്റ്റ് ആകട്ടെ, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രൊജക്റ്റ് ആകട്ടെ, മാലിന്യ സംസ്കരണമാകട്ടെ, സ്ട്രീറ്റ് ഡോഗ്സിൻ്റെ കാര്യങ്ങളാകട്ടെ, അതുപോലെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതാകട്ടെ, വീട് ഇനിയും 10,000-2,000 ആളുകൾക്ക് വീട് കൊടുക്കാനുണ്ട്, അവർക്ക് വീട് കൊടുക്കുന്ന പദ്ധതിയാകട്ടെ, റോഡുകളുടെ ശോച്യാവസ്ഥ മാറ്റുന്നതാകട്ടെ, മാലിന്യം വിമുക്തമാക്കുന്ന നഗരമാകുന്നതാകട്ടെ, ഒരു ഹരിത നഗരമാക്കുന്നതാകട്ടെ, അന്നദാനം എല്ലാവർക്കും ഇവിടെ ഉച്ചയ്ക്ക് എല്ലാവർക്കും കൊടുത്തില്ലെങ്കിലും പ്രധാനപ്പെട്ട ആളുകൾക്കല്ല എല്ലാവർക്കും കൊടുക്കണം. കാരണം ഇപ്പോൾ അടൽ ഹോട്ടൽ എന്നൊക്കെ ക്യാൻറ്റീൻ എന്നൊക്കെ പറഞ്ഞ് ഡൽഹിയിൽ എല്ലാവർക്കും കൊടുക്കുകയല്ലേ, 100 ക്യാൻറ്റീൻ വന്ന് എല്ലാവർക്കും കൊടുക്കുകയല്ലേ. അതുകൊണ്ട് ഹോസ്പിറ്റലല്ല, എല്ലാവർക്കും കൊടുക്കണം. അപ്പോൾ ആ തരത്തിലുള്ള മനോഹരമായ 100 കണക്കിന് പുതിയ പുതിയ പ്രോജക്റ്റുകൾ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ കുളങ്ങൾ, തോടുകൾ, അമഴഞ്ചാൻ തോട്, പാർവതി പുത്തനാറ്, ഉള്ളൂർ തോട്, പട്ടം തോട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇതൊക്കെ തന്നെ കൃത്യമായി നടക്കുമെന്ന് നമുക്ക്